വാർത്ത വായിച്ചു കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ടാകുമോ എന്ന് പറയുക വയ്യ. എന്തായാലും ലോക പോലീസ് സമയം അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധ സജ്ജീകരണങ്ങൾ ഇറാനെ ലക്ഷ്യമിട്ട് കടലിൽ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ. അമേരിക്കൻ നാവികസേനയുടെ അബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് കപ്പൽ എന്തിനും സജ്ജമായി നിൽപ്പുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന മട്ടിലാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കപ്പൽ വന്നാലും ഞങ്ങൾ കുലുങ്ങില്ല എന്നാണ് അവരുടെ വാദം. അപ്രതീക്ഷിതമായ പലതും ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നുണ്ട് എന്നാണ് അവർ പ്രസ്താവനകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ആയുധങ്ങളും മറ്റും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ശക്തി കാണിക്കാനുള്ള ഡ്രില്ലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു വേൾഡ് ഇൻ വേർഡ്സിൽ സൂചിപ്പിച്ച പോലെ ഇറാനിൽ നടക്കുന്ന ജനകീയ സമരത്തിൽ നിന്നും അമേരിക്ക നല്ലൊരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമരം പെട്ടെന്നൊന്നും തീർക്കാനും അമേരിക്കയ്ക്ക് താല്പര്യം കാണില്ല. അതിൽ ജനങ്ങളെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുന്നു എന്ന ആരോപണം ഉയർത്തിയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ വരവ്. പ്രക്ഷോഭത്തിന്റെ പേരിൽ 6000-നടുത്ത ആളുകളെ ഇറാൻ സർക്കാർ വധിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാൻ പുറത്തുവിട്ട കണക്ക് 3117 ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് അത്രേ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോടും ജനങ്ങളോടും യുദ്ധം ചെയ്യാൻ അമേരിക്ക തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറാൻ നയം ശരിയല്ല എന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ ഇറാനുമായി നേരിട്ടുള്ളൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറാകുമോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. ഇറാന്റെ ഓയിൽ കയറ്റുമതിയെ തടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാവും ട്രംപ് നടപ്പിലാക്കുക എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. നിലവിൽ തന്നെ താഴേക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ സാമ്പത്തികാവസ്ഥയെ കൂടുതൽ തകർക്കുന്നതിലൂടെ ഇറാനെതിരെ വിജയിക്കാം എന്നായിരിക്കാം ട്രംപിന്റെ കണക്കുകൂട്ടൽ. അതോടെ ഇറാനിൽ നിലവിലുള്ള പ്രക്ഷോഭം ആളിക്കത്തിക്കുകയും അതുവഴി ഭരണകൂടത്തെ താഴെ ഇറക്കുകയും ആവാം. ഇതിനിടയിൽ ഇസ്രായേലും ഇടക്ക് കയറി കൊഞ്ഞനം കുത്തുന്നുണ്ട്. തങ്ങളെയെങ്ങാനും ഇറാൻ ആക്രമിക്കുന്ന പക്ഷം ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. കഴിഞ്ഞ ജൂണിലെ 12 ദിവസ യുദ്ധത്തിൽ തോറ്റുപോയതിന്റെ വേദനയും സങ്കടവും ഒക്കെ ആ വാക്കുകളിലുണ്ട്. തങ്ങളെ ആക്രമിക്കാനായി ആരെങ്കിലും അമേരിക്കയ്ക്ക് ഭൂമി കൊടുത്ത് സഹായിക്കുന്ന പക്ഷം അവരെയും ശത്രുപട്ടികയിൽപ്പെടുത്തുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ലെബനാനിൽ റാലി നടത്തി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇറാനോട് നടത്തുന്ന യുദ്ധം മേഖലയാകെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇറാഖിലെ ഖത്തബ് ഹിസ്ബുള്ളയും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ ആക്രമിച്ചപ്പോൾ ഇവർ രംഗത്തിറങ്ങിയിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വേറെ വഴിക്ക് നീങ്ങുമെന്നാണ് ഹിസ്ബുള്ളയും ഇറാഖും നൽകുന്ന സൂചന. നേരത്തെ ഇറാനിൽ നിന്നും അല്പം അകലം പാലിക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയാൽ സുഡാനിയോട് പറഞ്ഞിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഏതു വഴിക്ക് നീങ്ങുമെന്ന് വ്യക്തതയില്ല. ഇറാൻ ആക്രമിക്കാൻ തങ്ങളുടെ നാട് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAE ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി രാജാവിനെ വിളിച്ച് ഇറാൻ പ്രസിഡന്റ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായും വാർത്തകളുണ്ട്. അമേരിക്ക ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ മേഖലയാകെ അസ്ഥിരതയിലേക്കും അസമാധാനത്തിലേക്കും നീങ്ങും എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ. അത്തരമൊരവസ്ഥ അനുവദിക്കാനാവില്ലെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവും വ്യക്തമാക്കുകയുണ്ടായി. സംസാരത്തിന് ശേഷം റിയാദ് ആക്രമണത്തെ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കില്ലെന്ന് രാജാവ് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഇറക്കി കളിക്കാൻ തുടങ്ങിയ ഇറാന്റെ നിലപാടിൽ പല രാജ്യങ്ങളും പ്രതിഷേധിക്കുകയും അമേരിക്കൻ നിലപാടിനൊപ്പമാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വേറെ കാര്യം. ഇറ്റലിയുടെ വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനി റവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടത് ഈയിടെയാണ്. പശ്ചിമേഷ്യയിലും വെനിസ്വേലയിലും ഇത്തരം സംഗതികളൊക്കെ നടക്കുമ്പോൾ നമ്മളും ചിലതൊക്കെ ചെയ്തേ പറ്റൂ എന്ന നിശ്ചയത്തിലാണ് ചൈനയും റഷ്യയും. ഇരുവരുടെയും പ്രതിരോധ മന്ത്രിമാർ പരസ്പരം ഫോണിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇറാനിലെ മൊസാദ് കടന്നുകയറ്റത്തെ തടയാൻ ചൈനയാണ് വലിയ സഹായങ്ങൾ നൽകിയിരുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ മിസൈലുകൾ നൽകി സഹായിച്ച ഇറാനെ മറന്നൊരു കളിക്ക് റഷ്യ തയ്യാറായില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. സൈനിക സാങ്കേതിക വിദ്യയിലും ഇന്റലിജൻസ് രംഗത്തും റഷ്യ ഇറാനെയും സഹായിച്ചിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിക്കുന്ന പക്ഷം അത് എത്രത്തോളം വ്യാപിക്കും എന്ന കാര്യത്തിൽ ഒന്നും പറയാനാവില്ല എന്നതാണ് സത്യം. കഅബയോട് സാദൃശ്യം തോന്നിക്കുന്ന തരത്തിൽ നിർമ്മിക്കുന്ന മുക്കാബിന്റെ പണി തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നതായി സൗദി. 2030 തീരുമെന്ന് പറഞ്ഞ പദ്ധതിയുടെ കാലം ഇപ്പോൾ 2040 ആക്കിയിരിക്കുകയാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങളും കണക്കുകൂട്ടലിലെ കുഴപ്പങ്ങളുമാണ് കാരണമായി സർക്കാർ ഏജൻസികൾ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായി മാറാവുന്ന ഒന്നായിരുന്നു ഇത്. കഅബയുമായുള്ള രൂപസാദൃശ്യം കാരണം ഏറെ വിമർശനങ്ങൾ ഈ പദ്ധതിക്കെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും റിയാദിലെ മുറബ്ബ കൊട്ടാരത്തെയാണ് ഇത് മാതൃകയാക്കിയതെന്നായിരുന്നു അധികാരികളുടെ വാദം. 2030 വേൾഡ് എക്സ്പോ, 2034 ലോകകപ്പ് ഇതൊക്കെ ലക്ഷ്യമാക്കി അത്ഭുതങ്ങൾ പലതാണ് രാജ്യം തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്രോൾ ഡീസൽ വില മാറ്റമില്ലാതെ തുടരുന്നത് കാര്യങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പദ്ധതികൾ മാറ്റിയിരിക്കുന്നു, നേരം വൈകിപ്പിച്ചിരിക്കുന്നു,
പുനഃപരിശോധിക്കുന്നു എന്നൊന്നും പറയാൻ തങ്ങൾക്ക് മടിയില്ല എന്നാണ് സാമ്പത്തിക കാര്യമന്ത്രി ഫൈസൽ ഇബ്രാഹിം ഇപ്പോൾ പറയുന്നത്. 2029 നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് അനിശ്ചിതമായി നീട്ടിവെച്ചിരിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. നിയോം സിറ്റിയുടെ പണി വിചാരിച്ചത്ര വേഗത്തിൽ നടക്കുന്നില്ല എന്നാണ് വാർത്തകൾ. ഗെയിംസിന്റെ വേദി തന്നെ മാറുമോ എന്ന് ഉടനെ അറിയാം. തങ്ങൾ തന്നെ അത് നടത്തുമെന്ന് സൗദി ഒളിമ്പിക് ആൻഡ് പാരാലിമ്പിക് കമ്മിറ്റി പറയുന്നുണ്ടെങ്കിലും ചിലപ്പോഴത് ചൈനയോ ദക്ഷിണ കൊറിയയോ അടിച്ചു മാറ്റാനുള്ള സാധ്യതയും ഉണ്ട്. കുറ്റവാളികളുടെ പ്രായം 13 കുറച്ച് അതിന് മുകളിലുള്ളവരെ മുതിർന്നവരെ പോലെ പരിഗണിക്കണമെന്ന പദ്ധതിയുമായി സ്വീഡൻ. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിലാണ് ഈ തീരുമാനം. കുട്ടികളെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിക്കുന്ന സംഘങ്ങളുടെ പ്രവൃത്തി വർദ്ധിച്ചതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയതത്രേ. 15-ൽ താഴെയുള്ള കുട്ടികൾ പ്രതികളാവുന്ന കേസുകൾ കഴിഞ്ഞ ദശാബ്ദത്തിനുള്ളിൽ ഇരട്ടിയായിരിക്കുകയാണത്രേ. പക്ഷേ പോലീസും ജയിലധികൃതരും പ്രോസിക്യൂട്ടർമാരും അടക്കം പലരും ഇത്തരം നയത്തിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. നന്ദി.